ഒരു പൈസയെങ്കിലും കൊടുക്കാൻ തയ്യാറായോ കോൺഗ്രസിന്റെ എന്നാണ്. അവിടെയും സ്ഥലം MP എന്നത് മാറ്റി. ആദ്യത്തെ ആ സ്ഥലം MLA എന്നതിൽ കട്ട് ചെയ്തതിന്റെ അവസാനം ഒരു രൂപയെങ്കിലും കൊടുക്കാൻ തയ്യാറായമോ എന്നതും കൂടെയുള്ളത് കൂട്ടിച്ചേർത്തു. നിങ്ങൾ നോക്ക്, ഇതൊരു ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധിക്ക് ചേർന്ന കാര്യമാണോ? വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ട് പ്രചരിപ്പിക്കാൻ, അങ്ങനെയാണെങ്കിൽ എന്തെല്ലാം പ്രചരിപ്പിക്കാൻ വേണ്ടി കഴിയും? ഇന്ന് അദ്ദേഹം പറഞ്ഞ വീഡിയോയിൽ എന്തൊക്കെ പ്രചരിപ്പിക്കാൻ കഴിയും? അങ്ങനെ ഒരു രീതി CPIM സ്വീകരിക്കാറില്ല, ഇടതുപക്ഷ പാർട്ടികൾ സ്വീകരിക്കാറില്ല. അങ്ങനെ സ്വീകരിക്കുന്നതാണെങ്കിൽ എഡിറ്റ് ചെയ്യാൻ അറിയാത്തവരെന്നല്ലോ. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാവർക്കും എഡിറ്റ് ചെയ്യാനൊക്കെ അറിയാൻ പറ്റും. പക്ഷേ അതൊക്കെ ഒരു ശരിയായ രീതിയാണോ? എന്തിനാണ് അദ്ദേഹം ഇങ്ങനെ വെപ്രാളപ്പെടുന്നത്? എന്തിനാണ് അദ്ദേഹം ഇങ്ങനെ ഈ കാര്യങ്ങളിൽ വല്ലാത്ത രൂപത്തിൽ തെറ്റായ കാര്യങ്ങളിലേക്ക് പോകുന്നത്? ഒറ്റ കാര്യമുള്ളൂ, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അത്രയും ജനങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹം നടത്തിയ വഞ്ചനയായിരുന്നു എന്നത് തെളിവായി വന്നു. അദ്ദേഹമാണ് ഡിസംബർ 10-ാം തീയതി തെരഞ്ഞെടുപ്പ് മുമ്പിൽ ഇത് തറക്കല്ലിടും 28-ാം തീയതി എന്ന് പ്രഖ്യാപിച്ചത്. നടന്നില്ലല്ലോ. 28-ാം തീയതി ഒരു ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു ജനുവരി 10-ന് തറക്കല്ലിടും, എല്ലാം പൂർത്തീകരിച്ച് തറക്കല്ലിടും അദ്ദേഹം പറഞ്ഞതാണ്. തറക്കല്ലിട്ടോ? ഇല്ല. മറുഭാഗത്ത് ഞങ്ങൾ ചോദിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ തന്നെ കൈരളി ചാനലിലെ ചർച്ചയുടെ ഭാഗമായും അല്ലാതെയും നിങ്ങളുടെ മാധ്യമ പ്രവർത്തകരോടെല്ലാം ഞാൻ നേരത്തെ പത്രസമ്മേളനത്തിലെല്ലാം പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങൾ പറഞ്ഞ കാര്യം എന്താ? കോൺഗ്രസിന്റെ സ്ഥലം MP വളരെ ഗൗരവമായ വിഷയമല്ലേ. ഇതിലും അദ്ദേഹം കാണിച്ച വീഡിയോയിലും ആ കാര്യം പറയുന്നുണ്ട്. അത് അടർത്തി മാറ്റിയാണ് അദ്ദേഹം ഈ രൂപത്തിൽ എഡിറ്റ് ചെയ്ത് വീഡിയോ പ്രചരിപ്പിച്ചത്. സ്ഥലം MP ഒരു നയാ പൈസ കൊടുക്കാൻ തയ്യാറായ വളരെ ഗൗരവമായ വിഷയമല്ലേ. എന്തുകൊണ്ടാണ് ഇപ്പോ അവകാശവാദം ഉന്നയിച്ച്, ടൗൺഷിപ്പിന്റെ അവകാശവാദം ഉന്നയിച്ച് കോൺഗ്രസിന്റെ നേതാക്കന്മാർ വരുമ്പോ എന്തുകൊണ്ടാണ് ഞങ്ങൾ അതിൽ ജനങ്ങൾക്കിടയിൽ ആ വിഷയം വിശദീകരിക്കുന്നത്? അവർക്ക് അർഹതയില്ല എന്ന് ഞങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണ്? ദുരന്തം ഉണ്ടായതിനു ശേഷം ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം വരാൻ വേണ്ടി ഗവൺമെന്റ് അഭ്യർത്ഥിച്ചപ്പോ അതിന് തടസ്സം സൃഷ്ടിച്ചവരാണിവർ. CMDRFിലേക്ക് പണം വരാതിരിക്കാൻ ആപ്പ് ഉണ്ടാക്കി സ്വന്തമായി പണം ശേഖരിച്ച് തടസ്സം സൃഷ്ടിച്ചവരാണിവർ. ദുരിതാശ്വാസ നിധിയിലേക്ക് ജീവനക്കാർ പണം നൽകി. ജീവനക്കാർ പണം നൽകുമ്പോൾ ആ വേളയിൽ ക്യാമ്പയിൻ നടത്തി പരസ്യമായി അവർ പറഞ്ഞു ദുരിതാശ്വാസ നിധിയിലേക്ക് ജീവനക്കാർ പണം കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞവരാണിവർ. ഇവർക്ക് എന്തർഹതയാണ്? ഇവരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു സംഘടന ഒരു നയാ പൈസ കൊടുത്തതായി കോൺഗ്രസിന് പറയാൻ വേണ്ടി കഴിയുമോ? ഞങ്ങൾക്ക് പറയാൻ കഴിയും. DYFI 20 കോടി കൊടുത്തിരിക്കുന്നു. NGO യൂണിയൻ 2 കോടി യൂണിയൻ എന്ന നിലയിൽ പിരിച്ചു കൊടുത്തിരിക്കുന്നു. അതിന് പുറമെയാണ് യൂണിയന്റെ മെമ്പർമാർ സാലറി ചലഞ്ചിലേക്ക് ഒരു മാസത്തെ ഉൾപ്പെടെ ശമ്പളവും ഒരു ദിവസത്തെയും ഒരാഴ്ചത്തെയും എല്ലാമായുള്ള ശമ്പളമെല്ലാം കൊടുത്തത്. അതിന് പുറമെയാണ് KGOയെ 80 ലക്ഷം കൊടുത്തിരിക്കുന്നു. അതിന് പുറമെയാണ് KGOയെ ഇതിൽപ്പെട്ടിട്ടുള്ള ഗസറ്റഡ് ഉദ്യോഗസ്ഥർ അവരുടെ സാലറി ചലഞ്ചിന്റെ ഭാഗമായി തയ്യാറായത്. KSTയെ 1 കോടി 60 ലക്ഷം രൂപ കൊടുത്തിരിക്കുന്നു KST എന്ന നിലയിൽ. അതിന് പുറമെയാണ് സാലറി ചലഞ്ച ഭാഗമായി അവർ പങ്ക് നിർവഹിച്ചിട്ടുള്ളത്. ഈ നിലയിലെല്ലാം ചെയ്തിരിക്കുന്നു. CPIM എന്ന നിലയിൽ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം സംഭാവന ചെയ്യാൻ വേണ്ട ക്യാമ്പയിൻ ഞങ്ങൾ എടുത്തു. മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് പണം സംഭാവന ചെയ്യണമെന്ന ക്യാമ്പയിൻ എടുത്തവരാണ് ഞങ്ങൾ. ഇതിനെയെല്ലാം എതിർത്തവരാണിവർ. പോട്ടെ, അതെല്ലാം പോട്ടെ. സ്ഥലം MP നിങ്ങൾ നോക്ക്. നമ്മുടെ രാജ്യത്ത് ജോൺ ബ്രിട്ടാസ് വയനാടിന്റെ MP അല്ല, അദ്ദേഹം കൊടുത്തത് MP ഫണ്ടിൽ നിന്നും 1 കോടി രൂപയാണ്. PP സുനീർ അദ്ദേഹം വയനാടിന്റെ MP അല്ല, അദ്ദേഹം കൊടുത്തത് MP ഫണ്ടിൽ നിന്നും 1 കോടി രൂപയാണ്. സഖാവ് V ശിവദാസൻ അദ്ദേഹം വയനാടിന്റെ MP അല്ല, അദ്ദേഹം ദുരിതാശ്വാസ നിധിയിലേക്ക് MP ഫണ്ടിൽ നിന്നും കൊടുത്തത് 25 ലക്ഷം രൂപ കൊടുത്തു. 75 ലക്ഷം രൂപ കൂടെ ഇപ്പൊ കൊടുക്കാനുള്ള അതുമായി ബന്ധപ്പെട്ട നടപടിക്രമം പൂർത്തീകരിച്ചു. അങ്ങനെ 1 കോടി രൂപ. A റഹീം 25 ലക്ഷം രൂപ MP ഫണ്ടിൽ നിന്ന് കൊടുത്തു. K രാധാകൃഷ്ണൻ 25 ലക്ഷം രൂപ MP ഫണ്ടിൽ നിന്ന് കൊടുത്തു. സന്തോഷ് കുമാർ 25 ലക്ഷം രൂപ MP ഫണ്ടിൽ നിന്ന് കൊടുത്തു. ജോസ് കെ മാണി 25 ലക്ഷം രൂപ MP ഫണ്ടിൽ നിന്ന് കൊടുത്തു. ഇടതുപക്ഷത്തിന്റെ MPമാരെല്ലാം ഇങ്ങനെ കൊടുത്തു. ഇനി MP ഫണ്ടിൽ നിന്ന് മാത്രമല്ല കൊടുത്തത്. MP ഫണ്ടിൽ നിന്ന് കൊടുത്ത് പറയുമ്പോൾ അത് മാത്രമല്ല, 1,10,000 രൂപ വെച്ച് ഈ MPമാരെല്ലാം, ഇടതുപക്ഷത്തിന്റെ CPMന്റെ MPമാരെല്ലാം 1,10,000 രൂപ വെച്ച് അവർ സാലറി കൊടുത്തു. അവരുടെ സാലറി മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തു. ഇപ്പൊ നിങ്ങൾ നോക്കൂ, നമ്മുടെ മണ്ഡലത്തിന്റെ MLA അല്ലല്ലോ സഖാവ് OR കേളു, അദ്ദേഹം കൊടുത്തു 1 ലക്ഷം രൂപ. ഇപ്പം സ്ഥല MLA കൊടുത്തതിനെ കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. എത്രയാ കൊടുത്തത്? സ്ഥല MLA അല്ലാത്ത സഖാവ് OR കേളു കൊടുത്തത് എത്രയാ? 1 ലക്ഷമാണ്. ഈ സ്ഥല MLA കൊടുത്തു എന്ന് പറയുന്നത് എത്രയാ? അപ്പൊ ഞാൻ സൂചിപ്പിച്ചത്, ഇങ്ങനെ MPമാരെല്ലാവരും ഈ രൂപത്തിൽ പണം കൊടുത്തു.
സ്ഥലം MP ഒരു നയാ പൈസ കൊടുക്കാൻ തയ്യാറായോ? ഒരു നയാ പൈസ കൊടുക്കാൻ അദ്ദേഹം തയ്യാറായോ? ഇപ്പോ കോൺഗ്രസ് യഥാർത്ഥത്തിൽ പ്രഖ്യാപിച്ചത് രാഹുൽ ഗാന്ധി 100 വീട് പ്രഖ്യാപിച്ചു, കോൺഗ്രസ് 100 വീട് പ്രഖ്യാപിച്ചു, യൂത്ത് കോൺഗ്രസ് 30 വീട് പ്രഖ്യാപിച്ചു. 230 വീടുകളാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. എവിടെയെങ്കിലും വീട് കൊടുത്തോ? കൊടുത്തു. പ്രതിപക്ഷ നേതാവ് 30 സെക്കൻഡ് കൊണ്ട് 300 വീട് വായുവിൽ ഉണ്ടാക്കി കൊടുത്തു. അതല്ലാതെ ദുരന്തബാധിതർക്ക് കിട്ടിയോ ഈ വീട്? അപ്പൊ ഇപ്പൊ പറയുന്നത് എന്താ? കർണാടക സർക്കാർ കൊടുത്തു. എന്തൊരു അപഹാസ്യമാവുന്ന വർത്തമാനമാണ് പറയുന്നത്. കോൺഗ്രസ് കൊടുത്തു എന്ന് ചോദിക്കുമ്പോൾ കർണാടക സർക്കാർ. നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ മാധ്യമ പ്രവർത്തകരാണല്ലോ, എല്ലാവർക്കും അറിയുന്നൊരു കാര്യമുണ്ടല്ലോ. ഏത് ദുരന്തം രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ട ദുരന്തങ്ങൾ ഉണ്ടായാൽ അതിനെല്ലാം പരസ്പരം സംസ്ഥാന സർക്കാരുകൾ കഴിയാവുന്ന സഹായങ്ങൾ ചെയ്യാറുണ്ട്. ഇപ്പൊ ചൂരൽമല ദുരന്തത്തിന് ആന്ധ്ര ഗവൺമെന്റ് കൊടുത്തു 10 കോടി. ഇപ്പം പറയുന്നത് കേട്ടു വലിയ എമൗണ്ടിനെ കുറിച്ചൊക്കെ. കർണാടക സർക്കാർ ഇപ്പോൾ നൽകിയത് 10 കോടിയാണ് നൽകിയിട്ടുള്ളത്. ആന്ധ്ര സർക്കാരും 10 കോടി നൽകിയിട്ടുണ്ട്. തമിഴ്നാട് സർക്കാർ 5 കോടി നൽകിയിട്ടുണ്ട്. ഇത് നമ്മുടെ അനുഭവമാണ്. മറ്റ് ചില സംസ്ഥാന സർക്കാരുകളും നൽകിയിട്ടുണ്ട്. അതൊക്കെ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടാണോ ഈ മറ്റ് സംസ്ഥാന സർക്കാരുകൾ നൽകിയത്? ഇനി അതല്ല, നമുക്ക് തന്നെ അറിയാമല്ലോ വിവിധ. ഇപ്പം ഉദാഹരണമായി പറഞ്ഞാൽ ഒഡീഷയിൽ ചുഴലിക്കാറ്റുണ്ടായി. കേരളത്തിലെ സംസ്ഥാന സർക്കാർ നൽകിയത്, ഒഡീഷയ്ക്ക് നൽകിയത് 10 കോടിയാണ്. ഉത്തരാഖണ്ഡിലെ ദുരന്തത്തിന് നൽകിയത്, ചെന്നൈയിൽ ഇതുണ്ടായപ്പോൾ നൽകിയത്. ഇതിലെല്ലാം സംസ്ഥാന സർക്കാരുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാറുണ്ട്. അത് സംസ്ഥാന സർക്കാരുകൾ കൊടുക്കുന്നതാണ്. ഇത് പുതിയ സംഭവമല്ല. കർണാടക സർക്കാർ തൊട്ടടുത്ത സംസ്ഥാനം എന്ന നിലയിൽ നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ, തൊട്ടടുത്ത സംസ്ഥാനം എന്ന നിലയിൽ തമിഴ്നാട് നൽകിയിട്ടുണ്ട്, ആന്ധ്രാപ്രദേശ് നൽകിയിട്ടുണ്ട്. ഇത് നേരെ തിരിച്ച് മറ്റു പല ദുരന്തം ഉണ്ടായപ്പോൾ കേരളത്തിലെ ഗവൺമെന്റ് അങ്ങോട്ടും പല ദുരന്തങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഇത് നമ്മൾ പൊതുവേ സംസ്ഥാന ഗവൺമെന്റുകൾ സ്വീകരിക്കുന്ന ഒരു നിലപാടാണ്. അത് കോൺഗ്രസ് ആണ് നൽകിയതെന്ന് പറയുക എത്രമാത്രം അപഹാസ്യമാണ്. പിരിച്ച പണം എവിടെ? അതാണല്ലോ ഇവർ പറയേണ്ടത്. കോൺഗ്രസ് പിരിച്ച പണം എവിടെ? ഇപ്പോഴും പറയുന്നില്ലല്ലോ. 1.5 വർഷക്കാലം കോൺഗ്രസ് ആ പണം എന്ത് ചെയ്തു? സിദ്ദിഖ് MLA എന്ന രൂപത്തിൽ മാത്രമല്ല അദ്ദേഹത്തിന് ഉത്തരവാദിത്വം. അദ്ദേഹം ഈ പണം പിരിക്കുന്ന സമയത്ത് KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് ആയിരുന്നു. വർക്കിംഗ് പ്രസിഡന്റ് എന്ന നിലയിൽ കൂടെ അദ്ദേഹത്തിന് ഉത്തരവാദിത്തമുണ്ട്. കോൺഗ്രസിന്റെ ജില്ലയിലെ ഏറ്റവും സമുന്നതനായ നേതാവായിരുന്നു അദ്ദേഹം ആ സമയത്ത്. ഏറ്റവും പ്രധാന നേതാവ് അദ്ദേഹമായിരുന്നു ആ സമയത്ത്. സ്വാഭാവികമായിട്ടും ആ പണം പിരിച്ചതിനെ സംബന്ധിച്ച് മറുപടി പറയാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. 1.5 വർഷക്കാലം എന്ത് ചെയ്തു? ഞാൻ വളരെ ഉത്തരവാദിത്തത്തോട് കൂടി പറഞ്ഞു, ഇത് ദുരുപയോഗം ചെയ്തോ എന്ന് വ്യക്തമാക്കണമെന്ന്. കാരണം 1.5 വർഷമായി എത്ര പണമാണ് ഇവർ പിരിച്ചത് എന്ന് പറയാൻ പറ്റിയിട്ടില്ല ഇവർക്കാർക്കും. ഇനി ഇപ്പൊ വന്നിട്ട് ഇത്ര തുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കാനല്ലേ പറ്റൂ?